ഹലോ, രുചി എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും ഒരു ചിക്കൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്, ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കി, സക്സസ് ആയപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. നമുക്ക് തയ്യാറാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒരു 200 ഗ്രാമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുതായിട്ടൊരു ക്യൂബ് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി അതിലോട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 3 വലിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ആഡ് ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അതാകുമ്പോൾ വലിയ എരിവില്ലാതെ കളറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി മുട്ടയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി, കാരണം ഇത് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ മുട്ടയുടെ വെള്ള മാത്രം മാറ്റിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനൊരു വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം മതി. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ പീസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട, അങ്ങനെ വിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗം കൂടെ മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആവും, ഇത് ചെറിയ പീസല്ലേ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിനി ഇതിലോട്ടുള്ള സോസുകൾ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസും അതിലോട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ 3 എണ്ണം ഒരുമിച്ചൊരു ബൗളിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സോസ് റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റിൻ്റെ ബാലൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഓയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കുക. അതൊന്ന് ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് പോയതിനു ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മതിയാവും, കാരണം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും എരിവ് കറക്റ്റായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ സോസ് റെഡിയാക്കി വെച്ചുള്ള സോസും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു 5 മിനിറ്റോളമൊക്കെ നമ്മൾ ഈ സോസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ അത് വറ്റി റെഡി ആയിട്ട് വരുള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലോട്ടൊക്കെ പിടിക്കുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കനിലോട്ട സോസൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചിക്കനിലോട്ടൊക്കെ സോസൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. അപ്പോൾ നമുക്കിനി ഇത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സെലറിയാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് എള്ളുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ഇനിയും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു.